ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കോമൺ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ബ്ലോക്കുകൾ നോക്കുമ്പോൾ നമുക്ക് 4 ബ്ലോക്കാണുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ബ്ലോക്ക് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബ്ലോക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ. അപ്പോൾ ഒന്നാമത്തെ ബ്ലോക്കിൽ ബ്ലോക്ക് 1 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് എന്നാണ് നമ്മുടെ ബ്ലോക്ക് 1ൻ്റെ പേര്. അതിൽ 4 യൂണിറ്റിൽ ഒന്നാമത്തെ യൂണിറ്റാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ അതിൽ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ രണ്ടെണ്ണമുണ്ട്, വെർബലും നോൺ വെർബലും. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്? എന്താണ് ബേസിക്കലി ദ പ്രോസസ് ഓഫ് ഷെയറിങ് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഇമ്പോർട്ടൻറ്റ് ടൂളാണത്. കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്താണ്? ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കുക. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. 2 ടൈപ്സ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെയാണ്? വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. വാക്കുകൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ത്രൂ വേർഡ്സ് ആണ് വെർബലെങ്കിൽ. വിത്തൗട്ട് യൂസിങ് വേർഡ്സ് ഓൺലി ഗസ്റ്റേഴ്സ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെയൊക്കെ ഡെഫിനേഷൻ മാർക്ക് ചെയ്യണം കേട്ടോ, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വെർബൽ എന്ന് പറയുമ്പോൾ വേർഡ്സ് ഉള്ള കമ്മ്യൂണിക്കേഷനാണ്. അതിനെ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്യിക്കുന്നു, സ്പോക്കൺ എന്നും റിട്ടൺ എന്നും. സ്പോക്കൺ എന്ന് പറയുമ്പോൾ ത്രൂ മൗത്ത് ഓറൽ ഫോമാണ്, റിട്ടൺ ഫോമാണെന്ന് മനസ്സിലാക്കുക. ഇനി കമ്മ്യൂണിക്കേഷൻ തന്നെ ഫോർമലും ഇൻഫോർമലും ഉണ്ട്. പിയർ ഗ്രൂപ്പുള്ള ഇതിനെ നമുക്ക് ഇൻഫോർമൽ എന്നും പറയാൻ പറ്റും. അങ്ങനെയുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള ഭാഷയാണ് യൂസ് ചെയ്യുക, ലാംഗ്വേജാണ് യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഐഡിയാസും തോട്ട്സും ഇമോഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. ഇതിന് നമുക്ക് റീസ്ട്രെയിൻസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഉണ്ടാവില്ല. കമ്മ്യൂണിക്കേഷൻ ഒരു ക്ലാസ് റൂമിലുള്ളത്. അതേസമയം ക്ലാസ് റൂമിൽ നമ്മൾ പെരുമാറുന്നത് എങ്ങനെയായിരിക്കും? ഫോർമൽ സെറ്റിങ്ങിലായിരിക്കും. ഒരു സെമിനാറിന്, കോൺഫറൻസിലൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഫോർമലായിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഫോർമലെന്നും ഇൻഫോർമലെന്നും ഡിവൈഡ് ചെയ്യാം. നമുക്കിവിടെ എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ദെൻ അപ്പോൾ ഇതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ വെർബൽ കമ്മ്യൂണിക്കേഷന് തന്നെ ഇവിടെ ഫ്യൂ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ ഓരോന്നും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കോമൺ ആയിട്ട് എസ്സേ പോലെ വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 4 എണ്ണം അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് 4 ടൈപ്പ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? വെർബൽ എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ 4 ടൈപ്പ് ഏതൊക്കെയാണ്? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ഇൻറ്റീരിയർ മോണോലോഗ് നടത്തും അല്ലേ, നമ്മുടെ മനസ്സിനോട് തന്നെ സംസാരിക്കും. അതാണ് എന്ത്? സെൽഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ സെൻറ്ററും റിസീവറും ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സെൽഫ് കമ്മ്യൂണിക്കേഷനെയാണ് ഇവിടെ എന്തെന്ന് പറയുക? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. മറക്കരുത് കേട്ടോ. അടുത്തത് എന്താണ്? ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ സംസാരിക്കും. ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളോടൊക്കെ സംസാരിക്കും. ഇതിനെയാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. കണ്ടോ അവിടെ ഒരു ചിത്രം. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം കേട്ടോ. ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ദെൻ അനദർ തിങ് റിമെമ്പർ ദാറ്റ് വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ബീയിങ്സിനോടും സംസാരിക്കും അല്ലേ. നമ്മൾ മൃഗങ്ങളോടും ചിലപ്പോൾ സംസാരിക്കും. പെറ്റ്സ് ഉണ്ടെങ്കിൽ പട്ടി, പൂച്ച, അതിനോടൊക്കെ നമ്മൾ സംസാരിക്കും. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ടച്ച് ആൻഡ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ആ പാർട്ട് ഓഫ് കൈൻഡ് ഓഫ്. അപ്പോൾ ഈ ഒരു മനുഷ്യനല്ലാത്തൊരു ജീവിയോടും സംസാരിക്കുന്നതിനെയാണ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻട്രാപേഴ്സണൽ പറഞ്ഞു, ഇൻ്റർപേഴ്സണൽ പറഞ്ഞു, എക്സ്ട്രാ പേഴ്സണൽ കഴിഞ്ഞു. ഇനി പറഞ്ഞ കൂടി ഉണ്ടല്ലോ നമുക്ക്. അതെന്താണ്? മാസ് കമ്മ്യൂണിക്കേഷൻ. എന്താ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഡ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഫോർ ദ സെൻഡർ ആൻഡ് റിസീവർ പ്രസൻറ്റ് ഇൻ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളും കേൾക്കുന്ന ആളും അതേ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവണം എന്നൊന്നുമില്ല അല്ലേ. ചിലപ്പോൾ സംപ്രേഷണം ചെയ്ത് ഒരുപാട് പേർക്ക് ഒരുമിച്ച് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ സെൻഡ് ചെയ്യും. അതാണ് ഇത് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഡെഫിനേഷനൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ മിനി ഫോംസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ക്ലാസിഫൈഡ് ഇൻ മിനി അതർ വേസ് ടു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു കേട്ടോ. ദെൻ അടുത്തത് ഇതൊന്ന് സെക്ഷൻ വായിച്ചാൽ മതി. ഇനി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇവിടെ തന്നിരിക്കുകയാണ്. എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഫേഷ്യൽ എക്സ്പ്രഷൻ, മൂവ്മെൻറ്റ് ഓഫ് ഹാൻഡ്സ്, ബോഡി, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ്റെ ക്വാളിറ്റി കൂടുള്ളൂ എന്ന് പറയാം. ഗസ്റ്റേഴ്സ്, ബോഡി പോസ്ചർ, ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോൺ ഓഫ് വോയിസ്, അത് പഠിച്ചു വയ്ക്കാം. ദെൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഇനി അടുത്ത ലാംഗ്വേജ് എന്ന് പറയുകയാണ്.
ലാംഗ്വേജിൻ്റെ തിയറിയുടെ ലാംഗ്വേജ് എന്ന് വന്നു, എവിടെ നിന്ന് വന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ്, ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ അത് ഞാൻ നല്ലപോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വായിക്കണം. ഓക്കെ, അത് വായിച്ചാൽ മതി. പിന്നെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്, വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ഒന്നാമത്തെ ഫീച്ചർ എന്താ? ക്രിയേറ്റീവാണ്. കാരണം അതിന് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയാത്മകമായി സെൻറ്റൻസ് കാര്യം കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ആനിമൽ കമ്മ്യൂണിക്കേഷനൊക്കെ അറിയാം, നമുക്കൊരു പരിധി വരെ ശബ്ദങ്ങളാണ്. പക്ഷേ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല, നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ആർബിട്രറിനെസ് ആണ്. അത് ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡും അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റും തമ്മിലൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നതാണ് ആർബിട്രറിനെസ് എന്ന് പറയുന്നത്. അത് ആ ഒരു ലൈനാണ് കേട്ടോ. അത് appears to be no logical correlation between a word and the object or thought or feeling that word conveys. Very important. So what is arbitrariness of language എന്ന് പറഞ്ഞാൽ ആ ലൈനാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ വെരി 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 ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ്. റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത് വെൻ എ മെസ്സേജ് ഈസ് സെൻഡ് ദ റിസീവർ പ്രോസസ് ഇറ്റ് ആൻഡ് റെസ്പോണ്ട് ടു ഇറ്റ്, അല്ലേ? നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും. ആൻഡ് ദിസ് ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എത്ര നേരം വേണമെങ്കിലും ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, റിപ്ലൈ വരുന്നു, മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, റിപ്ലൈ വരുന്നു. അതിനെയാണ് ആ റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അലൗസ് ഹ്യൂമൻ ലാംഗ്വേജ് ടു ഡെവലപ്പ്. ഈ റിഫ്ലെക്സിവിറ്റി ഉള്ളത് കൊണ്ടാണ് മനുഷ്യ ലാംഗ്വേജിന് ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. അടുത്ത ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് മനുഷ്യന് ലാംഗ്വേജിന്, ഭാഷയ്ക്ക് പാസ്റ്റിനെ കുറിച്ചും പ്രസൻറ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഒരേ സമയം പറയാനായിട്ട് പറ്റും, അല്ലേ? നമ്മൾ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും, നമ്മുടെ മുന്നിലില്ലാത്ത സാധനങ്ങളെക്കുറിച്ച് സങ്കല്പിച്ച് പറയും. അതൊക്കെ ആ ഒരു കഴിവിനെയാണ് ഭാഷയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് കാണുന്നില്ല, നമ്മൾ ഓർത്തെടുക്കും. പണ്ട് കഴിഞ്ഞു പോയത്, ഇനി വരാൻ പോകുന്നതൊക്കെ സങ്കല്പിച്ചൊക്കെ നമ്മളെടുക്കും. അതാണ് കേട്ടോ ഡിസ്പ്ലേസ്മെൻറ്റ്. വിട്ടുപോകരുത്. ഒറിജിൻ ഓഫ് ലാംഗ്വേജ് പഠിക്കാം. ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നോക്കുക. ദെൻ ഒറിജിൻ ഇൻ ഡീറ്റെയിൽ ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാ ഓണോമറ്റോപിക് വേർഡ്സ്, വോവോ തിയറി, എന്താ ഡിങ് ഡോങ് തിയറി, പൂപ്പു തിയറി എല്ലാം പഠിക്കണമെന്നില്ല. ആ തിയറി കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. യോഹിഹോ തിയറി, ഗസ്റ്റ് തിയറി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റീക്യാപ്പ് നോക്കുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അസൈൻമെൻറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷന് തടസ്സമായി വരുന്നത്? ഉറപ്പായിട്ടും ചാൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക. കമ്മ്യൂണിക്കേഷൻ ബാരിയർ ക്യാൻ ബി എനിത്തിങ് ദാറ്റ് റെസ്ട്രിക്റ്റ് ഓർ ഹിൻഡേഴ്സ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തിനേയും നമുക്ക് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ടു ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ എ വർക്ക് പ്ലേസ് ദ ഇൻഫർമേഷൻ, അങ്ങനെ ആ ഒരു ഫസ്റ്റ് ലൈൻ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഓരോ ബാരിയേഴ്സ് എന്താണെന്ന് അറിയണം. സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, മനഃശാസ്ത്രപരമായിട്ടുള്ള തടസ്സങ്ങൾ. ഇമോഷണൽ ബാരിയേഴ്സ്, മാനസികമായ പ്രശ്നങ്ങൾ. ഫിസിക്കൽ ബാരിയേഴ്സ്, ശാരീരികമായത്. കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാംസ്കാരികപരം. ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് വരുന്ന തടസ്സങ്ങൾ. ദെൻ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, ആ സംഘടനയ്ക്കുള്ളിൽ വരുന്നത്. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അർത്ഥം മനസ്സിലാവാതെ വരുമ്പോൾ തടസ്സങ്ങൾ. അത്ര വരെ. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഒന്നും വിട്ട് കളയരുത് കേട്ടോ. അടുത്ത എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ അക്കാഡമിക്കായിട്ടോ പ്രൊഫഷണലായിട്ടുള്ള സെറ്റിങ്ങിൽ നമ്മൾ സംസാരിക്കുന്നതാണ് എന്ത്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് സ്ട്രക്ചറും ആയിരിക്കും, സിസ്റ്റമാറ്റിക് വേ ആയിരിക്കും. ഇത് കൃത്യമായിട്ട് ഇൻഫോർമേഷൻ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും പ്രോപ്പർ ചാനലിലൂടെ. ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷന് മറ്റൊരു പേരാണ് എന്ത്? ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലുള്ള കോൺവെർസേഷനൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ഉറപ്പ് വരുത്തും മെസ്സേജ് ഹാസ് ബീൻ ഡെലിവേർഡ്, കൃത്യമായിട്ട് മെസ്സേജ് പാസ് ചെയ്യുന്നില്ലേ, ആർ മേജർ ഗോൾസ് ഓഫ് ദിസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫ്ലോ ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. റിപ്പോർട്ട്സ്, ജോബ് ഡിസ്ക്രിപ്ഷൻസ്, വേർഡ് ഓർഡർ, ഇൻഫോർമേഷൻ അബൌട്ട് സെയിൽസ് ആൻഡ് ഇൻവെൻട്രീസ്, ഇതൊക്കെ തന്നെ എക്സാമ്പിളാണ്. ഇനി 4 ടൈപ്പ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? സോ എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് അറിയണം. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ തന്നെ 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ പറയും എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, എസ്സേ എഴുതാൻ പറഞ്ഞ മാർക്ക് അനുസരിച്ച് ചിലപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എഴുതേണ്ടി വരും. ഈ 4 ടൈപ്പ് എഴുതേണ്ടി വരും. ഏതൊക്കെയാണ് 4 ടൈപ്പ്? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഹോറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ വിച്ച് ഡയറക്ട്സ് ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ടും പോവും മുകളിലേക്കും താഴേക്കും. ചെയിൻ ഓഫ് കമാൻഡ് ഫോളോസ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ കേട്ടോ. അതെന്താണെന്ന് കൂടെ മനസ്സിലാക്കുക. എന്താ ഹോറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ ഹോറിസോണ്ടൽ?
പീപ്പിൾ ഹു ആർ അറ്റ് ദ സെയിം ഹയറാർക്കിക്കൽ ലെവൽ ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഒരേ ലെവലിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അതെന്താണ്? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷേ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ഉയർന്നിട്ടും ഒരാൾ താഴ്ന്നിട്ടും. ഇപ്പോൾ പ്രിൻസിപ്പാളും ടീച്ചേഴ്സും തമ്മിലുള്ള വെർട്ടിക്കലാണെന്ന് പറയാം. ഇനി എന്താ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ? അത് വെർട്ടിക്കലും അല്ല, അതേസമയം എന്തല്ല, ഹൊറിസോണ്ടലും അല്ല, പക്ഷെ അതൊരു ഡയഗണൽ അല്ലെങ്കിൽ സിക്സ് ആഗ് രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റും. പേഴ്സണൽസ് ഫ്രം പല പല ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വിത്ത് വൺ അനദർ, അതാണെന്ന് പറയാം. ദെൻ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രം എ ലോവർ ടു ഹയർ ലെവൽ. ലോവർ താഴ്ന്ന ഒരാൾ ഉയർന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ, അതായത് സബോർഡിനേറ്റ് സുപ്പീരിയേഴ്സിനോട് സംസാരിക്കുമ്പോൾ അത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷനാണ്. ഇനി എന്താ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? വെൻ ഇൻഫോർമേഷൻ ഈസ് പാസ്ഡ് ഫ്രം ദ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് താഴെയുള്ളവരോട് സംസാരിക്കുമ്പോൾ അതെന്താണ്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ എന്താണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഉയർന്ന തലത്തിലുള്ള ഒരാൾ താഴ്ന്ന ഒരാളോട്, മാനേജ്മെൻറ്റ് ഒരു ജോലിക്കാരനോട് സംസാരിക്കുമ്പോൾ ഡൗൺവേർഡാണ്. അപ്വേർഡ് എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ ഉയർന്ന ഒരു ഹയർ ലെവലിനോട് സംസാരിക്കുമ്പോൾ അപ്വേർഡാണ്. പല പല ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അത് ഡയഗണലാണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അത് ഹൊറിസോണ്ടലാണ്. പക്ഷെ വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ആൾ താഴ്ന്ന ആളോട് സംസാരിക്കുന്നതും താഴ്ന്ന ആൾ ഉയർന്ന ആളോട് സംസാരിക്കുന്നതും ഒക്കെ എന്തിൽ പെടും? വെർട്ടിക്കലിൽ പെടും കേട്ടോ. അപ്പോൾ അതൊന്ന് വായിച്ചു വെക്കാം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മറ്റൊരു പേര് നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഫ്രീ ആണ്. ടു ഓർ മോർ പീപ്പിൾ. ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൂൾസോ ഫോർമാലിറ്റീസോ സിസ്റ്റംസോ ഒന്നുമില്ല. ഫ്രണ്ട്സ് സംസാരിക്കുന്നത്, പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ ഫാമിലി മെമ്പേഴ്സ്, ക്ലബ് മെമ്പേഴ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട്, പ്രത്യേകിച്ച് ഹയറാർക്കിയോ ഫ്ലോയോ ഒന്നുമില്ല. എവിടെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. ഇനി കമ്മ്യൂണിക്കേഷൻ എറ്റിക്വിറ്റി. എന്താ എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ കമ്മ്യൂണിക്കേഷന് പാലിക്കേണ്ട മര്യാദകളെയാണ് എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ. ഡെഫിനിഷൻ പഠിക്കണം. എറ്റിക്വിറ്റി ഈസ് ഡിഫൈൻഡ് ബൈ ദ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആസ് വെൻ ദ കൺവെൻഷണൽ ഗൈഡ് ലൈൻസ് ആണ് ഫോർ കണ്ടക്ട് ഇൻ പൊളൈറ്റ് സൊസൈറ്റി വൺ അനദർ വിത്ത് റെസ്പെക്റ്റ്. മറ്റൊരാളോട് എങ്ങനെ റെസ്പെക്റ്റോടെ പൊളൈറ്റായിട്ട് വിനീതമായിട്ട് ഹാവിങ് ഗുഡ് മാനേഴ്സ്, അതാണ് എറ്റിക്വിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വായിച്ച് വയ്ക്കുക. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എറ്റിക്വിറ്റി എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി എന്താണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ? ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സെൻഡിങ് മെസ്സേജസ് ഓഫ് റിപ്പോർട്ട് ഓറലി, വായയിലൂടെ, ഫ്രം ഡിസ്പാച്ചർ ടു റിസീവർ. അതേസമയം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സെൻഡിങ് മെസ്സേജസ് ആണ് റിട്ടൺ ഫോമിൽ ടു ദ റെസിപ്പിയൻറ്റ്. ഇനി എന്താ ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത? അത് ഇൻഫോർമൽ മോഡാണ്. എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം, പ്രൈവറ്റായിട്ടോ പബ്ലിക്കായിട്ടോ ഒക്കെ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കൂടുതലും എന്താണ്? ഫോർമൽ ആയിരിക്കും. സ്കൂൾ, കോളേജസ്, ബിസിനസ്സിലൊക്കെ കേട്ടോ. അപ്പോൾ എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പിന്നെയുള്ള രണ്ട് പാരഗ്രാഫിൽ പറയണത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. വായിച്ച് പോവുക. ഓക്കെ, അത് തമ്മിലുള്ള വ്യത്യാസം, ഓറലും റിട്ടേണും തമ്മിലുള്ള വ്യത്യാസമാണ് ഇനിയുള്ള പാരഗ്രാഫിൽ വരുന്നത്. അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോവുക. റീക്യാപ്പ് പഠിച്ചു പോവുക. ദെൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ 2 ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നോക്കുക. ഓക്കെ, താങ്ക് യു.